ആ സ്ഥലത്ത് ഒരു മർഡർ അറ്റംപ്റ്റ് നടക്കുന്നുണ്ട്. ആ സ്ഥലത്ത് മുഴുവനും ബ്ലഡും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ അവിടെ റിപ്പോർട്ടേഴ്സും മീഡിയയും ഒക്കെ അവിടെ വരുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ട് ജനക്കൂട്ടവും ആൾത്തിരക്കും ഒക്കെ ആവുന്നുണ്ട് ആ സ്ഥലത്ത്. ഈ പയ്യനാണെങ്കിൽ പെട്ടെന്ന് അവിടെ കിടക്കുന്ന ബ്ലഡും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അവന് വല്ലാത്ത രീതിയിൽ പേടി ഉണ്ടാവുന്നുണ്ട്. കാരണം അവന് ബ്ലഡ് കാണുമ്പോൾ അവന് പാനിക് അറ്റാക്ക് ഉണ്ടാവും. അവിടെയുള്ള ബ്ലഡും അവൻ്റെ ദേഹത്തും ഒക്കെ ബ്ലഡായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവന് നല്ല രീതിയിൽ പാനിക് അറ്റാക്ക് വരുന്നുണ്ട്. അവിടെ മീഡിയയും ആൾത്തിരക്കും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അവിടെ നിന്ന് ഓടി ഒരു ബാത്റൂമിലോട്ട് പോവുകയാണ്. അങ്ങനെ വാഷ്റൂമിൽ പോയതിന് ശേഷം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലഡൊക്കെ അവൻ വളരെ സ്പീഡിൽ ശക്തിയായിട്ട് ഉരച്ച് ഉരച്ച് കഴുകുകയാണ്. എത്ര വട്ടം അവൻ കഴുകിയിട്ടും അവൻ വീണ്ടും വീണ്ടും കഴുകുന്നുണ്ട്. അവൻ്റെ കയ്യിലുള്ള ബ്ലഡ് പോവാത്ത പോലത്തെ ഒരു ഫീല് അവന് വരാണ്. അവൻ വല്ലാത്ത രീതിയിൽ പേടിക്കുകയും അവൻ്റെ ലൈഫിൽ മുമ്പ് നടന്ന ട്രോമാസൊക്കെ ഒരു സൗണ്ട് പോലെ അവൻ്റെ മൈൻഡിൽ വരികയൊക്കെ ചെയ്യുകയാണ്. അവൻ്റെ പെട്ടെന്ന് കാതിലൊക്കെ റിങ്ങിങ് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അവന് പെട്ടെന്ന് തലകറക്കം പോലെയും ഒക്കെ സംഭവിക്കുകയാണ്. ശ്വാസം എടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടിക്കുന്ന പോലെയൊക്കെ അവന് തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ നോടി അവൻ വാഷ്റൂമിൽ പോയ സമയത്തും അവൻ അതൊന്നും മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴും അവൻ വല്ലാത്ത രീതിയിൽ വെപ്രാളപ്പെടുന്നുണ്ടായിരുന്നു ഈ ബ്ലഡ് കണ്ടിട്ട്. അവന് പറ്റുന്ന രീതിയിൽ മാക്സിമം ആ ബ്ലഡൊക്കെ അവൻ വളരെ സ്പീഡ് കൊണ്ട് ടിഷ്യൂ പേപ്പറൊക്കെ കൊണ്ട് അവൻ തുടച്ച് കളയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും അവൻ്റെ കൈയൊക്കെ ഇരുന്ന് ഷിവറാവുകയാണ്. എത്ര തുടച്ചിട്ടും ആ ബ്ലഡൊന്നും പോവാത്ത ഒരവസ്ഥ അവന് തോന്നുകയാണ്. അവൻ ആ കയ്യിലൊക്കെ നോക്കി കുറേ നേരം നിൽക്കുന്നുണ്ട്. അവന് ശ്വാസം എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വരുന്നുണ്ട്. അങ്ങനെ അവൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ചോക്ലേറ്റ് അവൻ എടുത്ത് കഴിക്കുകയാണ്. അങ്ങനെ കഴിച്ചതിന് ശേഷം അവൻ്റെ മൈൻഡ് അവൻ കൺട്രോളാക്കാൻ ശ്രമിക്കുകയാണ്. ആ മൈൻഡ് കൺട്രോളാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് വീണ്ടും വീണ്ടും അവൻ്റെ മൈൻഡിൽ വോയിസ് ഓവർ പോലെ അവൻ്റെ ലൈഫിൽ മുമ്പ് നടന്നിട്ടുള്ള ട്രോമാസൊക്കെ ഇങ്ങനെ വരികയാണ്. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലഡെല്ലാം അവൻ കഴുകിക്കളയും. അവൻ്റെ മൈൻഡ് ഒന്ന് കൺട്രോളാക്കാൻ വേണ്ടിയിട്ട് അവൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം അവൻ്റെ മൈൻഡ് നോർമലായിട്ട് വരികയാണ്. എന്നിട്ടും അവൻ്റെ കയ്യിലും അവിടെ ഉണ്ടായിരുന്ന ബ്ലഡൊക്കെ കാണുമ്പോൾ അവന് വീണ്ടും തലകറക്കം പോലെയൊക്കെ തോന്നുകയാണ്. ഇവൻ്റെ ഈ ഒരു അവസ്ഥ വേറൊരാളും അറിയാതിരിക്കാൻ വേണ്ടി അവൻ കൂടുതലും മാക്സിമം നോർമലായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അവന് വോമിറ്റ് ചെയ്യാൻ പോലെയൊക്കെ വരികയാണ് ആ ബ്ലഡ് കാണുമ്പോൾ. ചില ആൾക്കാർക്ക് ബ്ലഡ് കാണുമ്പോൾ പേടിയുണ്ടാവും. അങ്ങനെയുള്ള പേടിയാണ് ഇവനും ഉണ്ടാവുന്നത്. ബ്ലഡ് ഫോബിയ എന്നാണ് ഈ ഒരു കണ്ടീഷൻ്റെ പേര് വരുന്നത്. മെഡിക്കൽ കണ്ടീഷന് ഇതിന് ബ്ലഡ് ഫോബിയ എന്നാണ് പറയുന്നത്. അവന് ബ്ലഡ് എത്ര കഴുകിക്കളഞ്ഞിട്ടും അത് അവൻ്റെ മനസ്സിൽ നിന്നും അതിൻ്റെ ഇത് പോകുന്നില്ലായിരുന്നു. അങ്ങനെ ഒരുപാട് നേരത്തെ അവൻ്റെ ശ്രമത്തിനൊടുവിൽ അവൻ്റെ പാനിക് അറ്റാക്ക് കൺട്രോളാക്കാൻ പറ്റുന്നുണ്ട്. അവൻ പഴയതുപോലെ നോർമലായിട്ട് വരുന്നുണ്ടായിരുന്നു. എന്നാലും അവൻ വാഷ്റൂമിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവന് പുറത്ത് പോകാനുള്ള ഒരു ധൈര്യം അവനില്ലായിരുന്നു. കാരണം ഇപ്പോഴും ആൾക്കൂട്ടവും പ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ വാഷ്റൂമിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. താങ്ക് യു.